യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 22-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, 4 ഫലങ്ങൾ നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് നമ്മൾ വരികയാണ്. ദയ ആണ്. ദയ, കൈൻഡ്നസ്. ഒരു പക്ഷേ പരിശുദ്ധാത്മ ഫലങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും അധികം സെക്കുലർ അപ്പീലുള്ള ഒരു ഫലം ഇതായിരിക്കും. ഞാൻ ഇന്ന് വലിയ ആമുഖമില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടന്നത് നിങ്ങൾ ആ ട്രാക്കിലാണെന്ന് വിചാരിച്ചാണ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ഈ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വളരെയേറെ പേർ ഇത് അനുഗ്രഹത്തിന് കാരണമാകുന്നതായി തിരിച്ചറിയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ പറഞ്ഞ ആത്മവിശുദ്ധീകരണത്തിന് ഒപ്പം വചനം കൂടുതൽ മനസ്സിലാക്കാൻ, വിശുദ്ധിയുടെ വഴിയെ നടക്കാൻ ഒക്കെ
ഉപകാരപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ എഫേർട്ടാണത്. നിങ്ങൾ ആ രീതിയിൽ അതിനെ സമീപിക്കുന്നതിലുള്ള നന്ദി അറിയിക്കുന്നുണ്ട്. ഒപ്പം ഇനിയും താല്പര്യത്തോടെ മടുത്തു പോകാതെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ കൈൻഡ്നെസ്, ദയ, കരുണ എന്നൊക്കെ. കരുണ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു മേഴ്സിയാണ്. എനിവേ അത് ഒരുമിച്ച് പോകും, നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതങ്ങനെ ചേർന്ന് പോകും. ഞാൻ പറഞ്ഞു വന്ന എന്താണ്, അതായത് ഏറ്റവും അധികം സെക്കുലർ അപ്പീൽ എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന്, അല്ലേ? എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെയൊക്കെ കിൻഡർ ഗാർട്ടനിൽ ഏറ്റവും കുഞ്ഞു ക്ലാസ്സിൽ LKG യിലും UKG യിലും ഒക്കെ പഠിപ്പിക്കുമ്പോൾ പോലും നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ? ബി കൈൻഡ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് ആർദ്രതയോടെ പെരുമാറ്, എ കൈൻഡ് ഓഫ് കൈൻഡ്നെസ് നിങ്ങളിൽ ഉണ്ടാകണം എന്ന് കുഞ്ഞുനാൾ തൊട്ടേ പഠിപ്പിക്കുന്നതല്ലേ. അത് വേണ്ടതാണത്. അങ്ങനെ അപ്പം ഓർക്കേണ്ടത്, ഈ കൈൻഡ്നെസ് എന്ന് പറയുന്നത്, ഈ ദയ എന്ന് പറയുന്നത്, അത് സോറി പറയുന്നതിലോ പ്ലീസ് പറയുന്നതിലോ താങ്ക് യു പറയുന്നതിലോ മാത്രം ചുരുങ്ങിപ്പോകരുത്. അതൊക്കെ മാനേഴ്സാണ്, അത് പോരാ. ഇത് കുറച്ചുകൂടെ ഉപരിയായിട്ട് എപ്പോഴും സ്ഥായിയായ ഒരു നിലപാട്. അതായത് ഈ കരുണ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാത്രം അല്ലെങ്കിൽ പ്രവൃത്തികളിൽ ഉണ്ടാകേണ്ടത് മാത്രമായിട്ട് മനസ്സിലാക്കരുത്. അത് നമ്മുടെ ഒരു നിലപാടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളിൽ എപ്പോഴും നമ്മളെ കാണുന്നവർക്ക് തോന്നണം ഹീസ് എ കൈൻഡ് മാൻ, അയാളിലൊരു കരുണയുണ്ട്, അയാളിൽ ഒരു അലിവുണ്ട് എന്ന് തോന്നണം. അത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു തിരക്കുള്ള സ്ഥലത്ത്, ഒരു ബീച്ചിലോ ഒരു ഷോപ്പിംഗ് മോളിലോ ഒക്കെ പോകുന്നു നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട്, ഞാനിത് പറയുന്നത് ഇത് ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ തിരക്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു ഔട്ടിങ് പോയി, നമുക്കൊരു ഫോട്ടോ എടുക്കണം. സെൽഫി പോരാ, നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അപ്പം നമ്മൾ നോക്കും, നമ്മുടെ ഈ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന, അല്ല അവിടെ നിൽക്കുന്ന ആരുടെ കയ്യിലാണ് എൻ്റെ ഫോൺ ഏൽപ്പിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ ക്യാമറ ഏൽപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് കരുതുന്നത് എന്താണ്? മാനദണ്ഡമായിട്ട് കരുതുന്നത് ആരിലാണ് ഒരു കനിവ്, ഒരു ആർദ്രത നമുക്ക് തോന്നുന്നു. എ കൈൻഡ് പേഴ്സൺ എന്ന് പറയാൻ ആരെ കണ്ടാൽ തോന്നും? അങ്ങനെയുള്ള ആളോട് നമ്മൾ ചോദിക്കും, ഒരു ഫോട്ടോ എടുത്തു തരാമോ? അതാ പറഞ്ഞത്, അതൊരു നിലപാടാണ്. കൈൻഡ്നെസ് എന്ന് പറയുന്നത്, ഈ ദയ, കരുണ എന്നൊക്കെ പറയുന്നത് നമ്മളിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു നിലപാടാണ്. ഒരു 10 പേർക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പം ഉണ്ടാകുകയും പിന്നത്തെ 10 ദിവസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒന്നിനെ കരുണ എന്ന് വിളിക്കാൻ പറ്റില്ല, ദയ എന്ന് വിളിക്കാൻ പറ്റില്ല. കണ്ണിച്ചോരയില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുകയും മാസത്തിലൊരിക്കൽ 500 പേർക്ക് ചോറ് കൊടുക്കുകയും ചെയ്യുന്നവൻ കരുണാമയനാണ് എന്ന് പറയരുത്. പ്രവർത്തികളിലല്ല കരുണ ഇരിക്കുന്നത്. കരുണയുള്ളത് നമ്മുടെ നിലപാടിൽ എപ്പോഴും നിരന്തരം നമ്മളിൽ ഉണ്ടാകേണ്ടതാണ്. ഈ ദയ, കരുണ എന്ന കാര്യം ഓർക്കണം. നമ്മളെപ്പോഴും അങ്ങനെ ഇതുണ്ടല്ലോ, ഞാൻ പറയുന്നതേ, ലോകത്തിന് ആവശ്യമുണ്ടെന്നേ. ഞാൻ ഈയിടെ വായിച്ചൊന്നിൽ പറഞ്ഞതാണ്, ലോകത്തുള്ള 37ഓളം സിവിലൈസേഷൻസ്, കൾച്ചേഴ്സ്, സംസ്കാരങ്ങളെ പഠിച്ചിട്ട് അവിടെ നിന്ന് 10,000-16,000 ആളുകളുമായിട്ട് അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് അവരോട് ചോദിച്ചൊറ്റ ചോദ്യം, നിങ്ങളുടെ പങ്കാളിയിൽ, നിങ്ങളുടെ മെയ്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണ്? അതിൽ ബഹുഭൂരിപക്ഷവും, അതായത് ഫസ്റ്റ് റാങ്കിൽ വന്ന ക്വാളിറ്റി ആവശ്യപ്പെട്ടത് കൈൻഡ്നെസ്, ദയ ഉണ്ടാകണം. ഇതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, അവേഴ്സ് ഈസ് എ വൂണ്ടഡ് വേൾഡ്, വി നീഡ് എ ഹീലിംഗ് ടച്ച്. നമ്മളുടേത് ഒരു മുറിവേറ്റ ലോകമാണ്, നമുക്ക് വേണ്ടത് കരുണാപരമായ സുഖപ്പെടുത്തുന്ന ഒരു സ്പർശം ആവശ്യമുണ്ട്. നമ്മളത് ശീലിക്കണം. അങ്ങനെ ഒരു ആർദ്രത, അതാണ് സുവിശേഷത്തിലെ സമരിയാക്കാരൻ്റെ പ്രത്യേകത. അതായത് മുറിവേറ്റ് കിടന്നത് അവിടെ യഹൂദനാണ്. ഈ യഹൂദരും സമരിയാക്കാരും തമ്മിൽ കുടിപ്പകയുണ്ട്, തമ്മിൽ കണ്ടാ മിണ്ടൂല്ല. പക്ഷേ ഒരാളുടെ സങ്കടത്തിന് നേരത്ത് അത്തരം വിചാരങ്ങളൊന്നും അയാളിൽ ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായ കരുണയുണ്ടാകുന്നു. ശരിക്കും ഈ സമരിയാക്കാരൻ്റെ കരുണയുണ്ടല്ലോ, നമ്മൾ കണ്ടുപഠിക്കേണ്ട കരുണയാണ്. എന്ന് വെച്ചാൽ കരുണ കാണിച്ച് കടക്കാരനായി പോയ മനുഷ്യനാണ് ഈ സമരിയാക്കാരൻ. നമ്മളൊക്കെ എങ്ങനെയാണ് കരുണ കാണിക്കുന്നത്? നമ്മളുടെ സമൃദ്ധിയിൽ നിന്ന് ഒരു പങ്കെടുത്ത് കരുണ കാണിക്കും. ഇയാൾ ചെയ്തത് കരുണ കാണിച്ച് കടക്കാരനായി പോയ ആളാണ് സമരിയാക്കാരൻ. എങ്ങനെ? ഇയാളെ കൊണ്ടുപോയി സത്രത്തിലാക്കിയപ്പോൾ മനസ്സിലായി ചിലവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളിങ്ങനെ കാണിക്കത്തില്ല, ഈ കീശ ഇങ്ങനെ, പണ്ടത്തെ ഷർട്ടിൻ്റെ പോക്കറ്റ് കാണിച്ച് ഇങ്ങനെ മുഴുവൻ പുറത്തോട്ടിടാൻ പറ്റും. ഈ കീശ മുഴുവൻ പുറത്തേക്കിട്ട് മുഴുവൻ കൊടുത്തു.
മുഴുവൻ കൊടുത്തിട്ട് പറയുകയാണ്, ഇനിയും വല്ലതും ആവശ്യമായി വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം, പക്ഷെ പുള്ളിക്കൊരു കുറവ് വരരുത്. ഇതാണ് കരുണ കാണിച്ച് കടക്കാരനായി പോകുന്നത്. ആ ഒരു ശൈലി, മറ്റുള്ളവരോട് കരുണ ലോകത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കരുണാസ്പർശം, കരുണയോടൊരു വാക്ക്, ദയയോടൊരു നോട്ടം, ഒരു പ്രവൃത്തി. അതുകൊണ്ടല്ലേ ഈശോയെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്ന് വെച്ചാൽ ഈവൻ നിരീശ്വരവാദി പോലും അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസി പോലും ഈശോയിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി അവരെ സംബന്ധിച്ച്, അവരിപ്പോൾ ഈശോയെ ദൈവമായിട്ട് ഏറ്റു പറയുന്നില്ലായിരിക്കും, ഈശോയെ രക്ഷകനായിട്ട് ഏറ്റു പറയുന്നില്ലായിരിക്കും, പക്ഷേ അവർ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? ഹീ ഈസ് എ കൈൻഡ് മാൻ. കരുണയുള്ളൊരു മനുഷ്യനായിരുന്നു. കൺമുമ്പിലേക്ക് കാഴ്ചയില്ലാത്ത ഒരാൾ വരുമ്പോൾ കരുണയോടെ അവനെ ചേർത്ത് പിടിച്ചു. മുടന്തനായ ഒരാൾ വരുമ്പോൾ കരുണയോടെ ദയയോടെ ചേർത്ത് പിടിച്ചു. ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കുന്നവരോട് അവന് അലിവ് തോന്നുന്നു. അതായത് ഈ കൈൻഡ്നെസ് ഉണ്ടല്ലോ, ഇത് പ്രിയമുള്ള ദൈവജനമേ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കേ. അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് തമ്പുരാനെ, അവൻ്റെ സുവിശേഷത്തെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ദയയാണ്, കൈൻഡ്നെസ്സാണ്, കരുണയാണ്. നമ്മൾ ഈ ഒച്ചപ്പാടും ബഹളവും വെച്ച് ഈ ഉച്ചഭാഷണിയൊക്കെ, ഈ കോളാമ്പിയൊക്കെ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കെട്ടി ഈ ബഹളം ഒന്നും വേണ്ട. നമ്മളെല്ലാവരും കൂടി തീരുമാനമെടുത്താൽ മതി. ഞങ്ങൾ കരുണയോടെ പ്രവർത്തിക്കും മറ്റുള്ളവരോട്. അതുമാത്രം മതി. അതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സുവിശേഷം. നമ്മുടെ ദേശത്ത് അങ്ങനെ ഒരാൾ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, നമ്മുടെ ഭാരത മണ്ണിൽ. ആരാണത്? അതായത് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിച്ച ഒരു സുവിശേഷമുണ്ട്. അതാരാണത്? മദർ തെരേസ. ആ അമ്മ എവിടെയാണ് ഒച്ചപ്പാടും ബഹളവും വെച്ച് സുവിശേഷം പ്രസംഗിച്ചത്? ആകപ്പാടെ ചെയ്തത് കരുണ കാണിച്ചു, കരുണ കാണിച്ചു. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയാമോ, അതായത് ഈ മദർ തെരേസ മരിച്ച ദിവസം ലോകം മുഴുവൻ കരഞ്ഞു, ഇന്ത്യ തേങ്ങി. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഒരു ചെറിയ കവിത എഴുതിയിട്ടു. അത് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കൊച്ചു കവിത. അയാൾ എഴുതിയിട്ടത് ഇങ്ങനെയാണ്: ജനകനില്ലാതെ ജനനയില്ലാതെ കുലവും ജാതിയും മതവുമില്ലാതെ തെരുവിൽ വാവിട്ടു കരയും ജീവനെ ഇരുകയ്യാലെ വാരിയെടുത്തു ചുംബിക്കും മഹാകാരുണ്യത്തിൻ മനുഷ്യരൂപമേ, നറുമുലപ്പാൽ അലക്കി വെളുപ്പിച്ച നിന്റെ തിരുവസ്ത്രത്തുമ്പിൽ നിണം പുരണ്ട എൻ കരം തുടച്ചോട്ടെ ഞാൻ. ഒരു ഇതര മതവിശ്വാസിയായ മനുഷ്യൻ മദർ തെരേസ എന്ന ആ പുണ്യപ്പെട്ട അമ്മയെ നോക്കി പാടുന്ന പാട്ടാണിത്. ജനകനില്ലാതെ ജനനയില്ലാതെ, അപ്പനും അമ്മയും ഇല്ലാതെ, കുലവും ജാതിയും മതവുമില്ലാതെ തെരുവിൽ വാവിട്ടു കരയുന്ന മനുഷ്യജീവനെ ഇരു കൈകൊണ്ട് വാരിയെടുത്ത് ചുംബിക്കുന്ന മഹാകാരുണ്യത്തിൻ്റെ മനുഷ്യരൂപമേ, ലോകത്തുള്ള എല്ലാ അമ്മമാരുടെയും മുലപ്പാല് കൊണ്ട് കഴുകി വെളുപ്പിച്ചാലെന്ന പോലെ ശുഭ്രവസ്ത്രമായ നിന്റെ ആ തിരുവസ്ത്രത്തിൻ്റെ ആ സാരിയുടെ തുമ്പിൽ അമ്മേ, ചോര പുരണ്ടുപോയ എൻ്റെ കൈ ഞാനും തുടച്ചോട്ടെ എന്ന് ആൾ ചോദിക്കണമെങ്കിൽ ഈ അമ്മ പ്രഘോഷിച്ച ദയയുടെ സുവിശേഷമുണ്ട്, കരുണയുടെ സുവിശേഷമുണ്ട്. ഈ കാലഘട്ടത്തിന് അത് ആവശ്യമുണ്ട് പ്രിയമുള്ള ദൈവജനമേ. അതുകൊണ്ട് ഒരു വശത്ത് വലിയ സുവിശേഷക്കാരനാണ്, വലിയ പ്രാർത്ഥനക്കാരനാണ്, വലിയ പള്ളിപ്പോക്കുകാരനാണ്, വലിയ ഭക്തനാണ്. ഇപ്പുറത്ത് കരുണയില്ല, കണ്ണിൽ ചോരയില്ല, സങ്കടപ്പെടുന്നവനോട് ഒരല്പം ഒരിറ്റ് ദയ ഇല്ല. അപ്പോൾ തോറ്റുപോകുന്നത് ഈ സുവിശേഷമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ദയ കാണിക്കുക എന്നുള്ളത്. ദയ കാണിക്കണം. ഈശോയെ പോലെ അങ്ങോട്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റണം. ഈ കൃപയുണ്ടല്ലോ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ ഹോംവർക്ക് കരുണ കാണിക്കാമായിരുന്ന നേരങ്ങളിൽ അത് കാണിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ച് ഇനി അത്തരം പ്രവർത്തനങ്ങളിൽ ബോധപൂർവം ഏർപ്പെടണം. കരുണ കാണിക്കാമായിരുന്ന നിമിഷങ്ങളിൽ അതിന് കഴിയാതെ പോയ നേരങ്ങളെ ഓർത്ത് വേണ്ടെന്ന് വെച്ച്, അതാണ് ഉപേക്ഷയാലുള്ള പാപം. ചെയ്യാൻ പറ്റുമായിരുന്നു നിനക്ക്, വേണ്ടെന്ന് വെച്ചു, ഉപേക്ഷയാലുള്ള പാപം. അതിനെ ഓർത്ത് അനുദപിക്കണം. എന്നിട്ട് ഇനി കരുണ ഒഴുകട്ടെ, നിന്നിൽ നിന്ന് കരുണ ഒഴുകട്ടെ. അത്തരം പ്രവൃത്തികൾ ഇന്ന് പറ്റുമെങ്കിൽ, ഇന്നിത് കേട്ടിട്ട് ഇന്ന് തന്നെ അച്ചോ
ദയയുള്ള, കരുണയുള്ള ഒരു നോട്ടം, ഒരു വാക്ക്, ഒരു പ്രവൃത്തി ഞാൻ ഇന്ന് ചെയ്യും എന്ന് തീരുമാനം എടുക്കാമെങ്കിൽ, അത് ഹോംവർക്കായിട്ട് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു നല്ല വാക്ക് മതിയെന്നേ. ഒരാളൊരു കാര്യം ചെയ്തു, നന്നായിരിക്കുന്നു കേട്ടോ, ദയയാണത്. അത്ര നല്ലതായിരിക്കില്ലെന്നേ, അത്ര നല്ലതായിരിക്കില്ല, എന്നാലും സാരമില്ല, നന്നായിരുന്നു, നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്, നന്നായിരുന്നു കേട്ടോ, അടുത്ത പ്രാവശ്യം പുള്ളി ഇതിലും മെച്ചപ്പെടുത്തും. പുകഴ്ത്തി പറയുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നേരെ തിരിഞ്ഞു പോകരുത്. അതായത് വളരെ മോശമാണ്, കറക്ഷൻ ആവശ്യമുണ്ട്, ആ നേരത്തെ പോയി അയ്യോ സൂപ്പറായിരുന്നു നോ, അത് കള്ളത്തരമാണ്. അങ്ങനല്ല, പ്രോത്സാഹനം കൊടുക്കണം, കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് കൊടുക്കണം. അതൊക്കെ ഒരു കരുണയാണ്. അപ്പോൾ ആ കരുണ പഠിക്കാനുള്ള ആഗ്രഹത്തോടെ കരുണാമയനായവൻ്റെ മുമ്പിൽ നമുക്ക് ആരാധനയ്ക്കായി മുട്ടുമേ നിൽക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. കരുണ കാണിക്കാമായിരുന്ന നേരങ്ങളിൽ അതിനു കഴിയാതെ പോയതിനെ ഓർത്ത് അനുതപിക്കുക. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന 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 ആയിരം ആരാധന 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 യേശുവേ, ആരാധന 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 ആയിരം ആരാധന. ഈശോയെ, കരുണാമയനെ, നിനക്ക് ആരാധന. കർത്താവേ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 22-ാം നാൾ ഞങ്ങൾ തിരുസന്നിധിയിൽ യാചിക്കുന്ന കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദയ ഞങ്ങളിൽ വളരട്ടെ. ആത്മാവിനോട് സഹകരിച്ച് ഞങ്ങളിൽ കരുണ ഞങ്ങളുടെ നിലപാടായി മാറട്ടെ. ഈശോയെ, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കരുണ ആവിഷ്കരിക്കുന്നത് ആണ്ടുവട്ടത്തിൽ 2, 3, 4 പ്രാവശ്യം ഞങ്ങൾ നടത്തുന്ന കാരുണ്യ പ്രവർത്തികൾ, അത് ചെയ്തിട്ട് ഞങ്ങളിൽ കരുണയുണ്ടെന്ന് ഞങ്ങളങ്ങ് വിചാരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു, കരുണ പ്രവർത്തികളിലല്ല, നിലപാടിൽ തന്നെ ഉണ്ടാകണം, കാഴ്ചയിൽ തന്നെ കരുണയുണ്ടാകണം. അടിമുടി ദയ, കരുണ ഉള്ളവരായി ഞങ്ങൾ മാറണം. ഈശോ, ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ മാതൃക നീ തന്നെയാണ്. ഞങ്ങൾ കേട്ടതുപോലെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും നിന്നെ സ്നേഹിക്കുന്നത്, നിന്നിലേക്ക് നോക്കുന്നത്, നിന്നെ ദൈവമായി അംഗീകരിക്കാത്തവർ പോലും കർത്താവേ നിന്നെ സ്നേഹിക്കുന്നത് നിന്നിലെ കരുണയുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്, നിന്നിലെ കാരുണ്യ രൂപം കണ്ടിട്ട്. എന്തൊരു അലിവായിരുന്നു ഈശോയെ നിനക്കെല്ലാവരോടും, എന്തൊരു ദയയായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി യഹൂദ നിയമം ആക്രോശം മുഴക്കി നിന്റെ മുമ്പിലേക്ക് എറിയപ്പെട്ട പാപിനിയായ സ്ത്രീയോട് നിനക്ക് കരുണ. നിന്നെ കേട്ടിരുന്ന് ഒടുവിൽ വിശന്നു പോയ ആയിരക്കണക്കിന് മനുഷ്യരോട് നിനക്ക് അലിവ്. കാഴ്ചയില്ലാതെ നിന്റെ മുമ്പിൽ വന്നിന്ന അന്ധരോട് നിനക്ക് ദയ. മകൻ മരണപ്പെട്ടു പോയ വിധവയായ അമ്മയോട് നിനക്ക് വീണ്ടും കരുണ. കർത്താവേ,
കരുണയുടെ ആൾ രൂപമേ, കരുണയുടെ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, ഇന്നും ലോകം കേഴുകയാണ്. പണ്ഡിതനെന്നോ പാമരനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഗ്രഹിക്കുന്നത് ദയയാണ്, മറ്റുള്ളവരുടെ ദയ. കർത്താവേ, എനിക്കും ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദയാപൂർവം അപരനെ ഒന്ന് നോക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ദയാപൂർവം ഒരു വാക്ക് പറയാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും കാർക്കശ്യമായിരുന്നു എൻ്റെ ഭാവം. ദൈവജനമേ, എളിമയോടെ തിരുസന്നിധിയിൽ ഏറ്റു പറയാം, കരുണ കാണിക്കാമായിരുന്ന ഒത്തിരി നേരങ്ങളിൽ കരുണ കാട്ടാൻ മറന്നുപോയതിനെ ഓർത്ത് അനുതപിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇടറിപ്പോയ നമ്മുടെ കുഞ്ഞുങ്ങളോട്, ഒന്നോ രണ്ടോ വട്ടം തെറ്റിപ്പോയ നമ്മുടെ മക്കളോട് പൂർവകാലത്തൊരല്പം കൂടെ കരുണയോടെ ഇടപെട്ടിരുന്നെങ്കിൽ അവരൊന്നും ഇത്രയും അകന്നു പോകില്ലായിരുന്നല്ലോ. അന്ന് നമുക്ക് കാർക്കശ്യമായിരുന്നു, കലഹമായിരുന്നു എല്ലാത്തിനോടും. കർത്താവേ, കാർക്കശ്യം ഭാവിച്ചും കലഹിച്ചും ആർക്കും മാറ്റം വരികയില്ലെന്നും, ആരെങ്കിലുമൊക്കെ ചരിത്രത്തിൽ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരാൾ മറ്റൊരാളോട് കാണിച്ച കരുണയുടെ ഫലമാണെന്നും തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും കുറച്ചുകൂടെ ആർദ്രതയോടെ, കരുണയോടെ മറ്റുള്ളവരോട് ഇടപെടുവാൻ എന്നെ പഠിപ്പിക്കണേ കർത്താവേ. അതിന് നിൻ്റെ ആത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ. ഈശോയെ, ഇപ്പോഴുമുണ്ട്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന നേരത്തും എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് മുഖങ്ങൾ ഓടി വരുന്നുണ്ട്. ദയ തേടി എന്നെ നോക്കിയ കണ്ണുകൾ, ദയ തേടി എന്നെ നോക്കിയ കണ്ണുകൾ. പക്ഷേ ഒരിറ്റ് കരുണ എൻ്റെ കണ്ണിലില്ലായിരുന്നു ഈശോയെ. കർത്താവേ, കുറെ കൂടെ ഔദാര്യപൂർവം എല്ലാവരോടും ഇടപെടുവാൻ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയുടെ തുടർച്ചയാണ് ഞങ്ങളുടെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ്, നീ ദയാപൂർവം കരുണയോടെ നോക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഇന്ന് ഉയിരോടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിന്നിൽ നിന്ന് കരുണ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കരുണ സമ്മാനിക്കാൻ ദയാപൂർവം ഇടറിപ്പോകുന്നവനെ, ശരിയാണ്, അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടായിരിക്കും, അവർ വീണുപോയി കാണും, അനീതിയായിരിക്കും ചെയ്തത്, അകൃത്യമായിരിക്കും നടപ്പിലാക്കിയത്. എങ്കിലും പോട്ടെ, ഒരിക്കൽ കൂടെ അവസരം ഒന്നോടൊന്ന് ചേർത്ത് പിടിക്കാൻ. മുറിവേറ്റ് വഴിയിൽ കിടക്കുന്നവനെ എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടി കഴുതപ്പുറത്തേറ്റി സത്രത്തിൽ കൊണ്ടുപോയി ആക്കി കയ്യിലുള്ളതൊക്കെ സമ്മാനിച്ച്, ഇനിയും എന്തെങ്കിലും ചെലവായാൽ ഞാൻ വീണ്ടും വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് കരുണ കാണിച്ച് കടക്കാരനായി പോയ സമരിയാക്കാരൻ ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ കരുണ കാണിക്കാൻ. ഈശോയെ, കരുണാമയനെ, നിന്റെ കരുണയുടെ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് തരണേ. കർത്താവേ, നിന്റെ കരുണ യഥാർത്ഥത്തിൽ അനുഭവിച്ചവർക്ക്, എല്ലാം നിന്റെ കരുണയാണ്, നിന്റെ ദയയാണെന്ന് തിരിച്ചറിഞ്ഞവർക്ക് പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുക? യോഗ്യതയൊന്നുമില്ലാതിരുന്നിട്ടും നീ എന്നോട് കാണിക്കുന്ന കരുണയാണ് എൻ്റെ ജീവിതമെന്ന് തിരിച്ചറിയുന്നവന് പിന്നെ എങ്ങനെയാണ് അപരൻ്റെ കൊച്ചു കൊച്ചിടർച്ചകളെ കരുണയോടെ നോക്കാതിരിക്കാൻ പറ്റുക? ദൈവജനമേ, ഇന്ന് ദിവ്യകാരുണ്യ മുഖത്തേക്ക് നോക്കി അവൻ്റെ കരുണയെ ഏറ്റുപറയണം. ഈശോയേ, നീ കരുണാമയനാണെന്ന്, ഞാൻ കേവലം പൊടിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയണം. കർത്താവേ, എല്ലാം നിന്റെ ദാനമാണെന്ന്, കർത്താവേ, എൻ്റെ അയോഗ്യതകളെ കാര്യമായിട്ട് എടുക്കരുത് എന്ന്, എൻ്റെ നിസ്സാരതകളെ നീ ഗൗനിക്കരുത് എന്ന് പ്രാർത്ഥിച്ച്, നിന്റെ കരുണ ഇനിയും എൻ്റെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച്, ആ കരുണയാൽ നമ്മളെ തന്നെ നിറച്ച് ആ കരുണ അപരനിലേക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിച്ച് ഈശോയെ നോക്കി നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. കരുണാമയനെ, കൃപയാകണമേ. കരുണാമയനേ, കരുണാമയനേ, അടിയനി പൊടിയാണെന്നോർത്തിടണമേ. അലറും
നീ ഞാഴിൽ എൻ പ്രാണനെ അണയാതെ ഇന്നു നീ കാത്തിടണമേ നിന്റെ എന്നും ജീവനാണേ എൻ ഭയമെല്ലാം മാഞ്ഞു പോയി നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ 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 അടിയനി പൊടിയാണെന്നോർത്തിടണമേ അലറും നീ ഞാഴിൽ എൻ പ്രാണനെ അണയാതെ ഇന്നു നീ കാത്തിടണമേ നിന്റെ എന്നും ജീവനാണേ എൻ ഭയമെല്ലാം മാഞ്ഞു പോയി നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ. ഈശോയിൽ നിന്ന് ഇനിയും കരുണ യാചിച്ച് ആ കരുണ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നിന്റെ എന്നും ജീവനാണേ നിൻ കൃപ എൻ്റെ ആശ്രയമേ എന്നെ വിളിച്ചവനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ യേശുവേ കരുണാമയനേ കരുണാമയനേ ദയാപരനേ കരുണാമയനേ കരുണാമയനേ. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത്
എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. എന്തൊരു സന്തോഷം, ആത്മാവിനകതാരിൽ നിറയിൽ എന്തൊരാനന്ദം. അമ്മക്കരികിലിരുന്ന